നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി സൂപ്പർ താരം മോഹൻലാൽ. സിനിമാ സംഘടനയുടെ ക്രിക്കറ്റ് ലീഗായ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള ടീമിന്റെ നായകനുമായിരുന്ന മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതോടെ ക്രിക്കറ്റ് ലീഗിന് കൂടുതൽ പ്രചാരം കിട്ടുമെന്നാണ് KCA പ്രതീക്ഷിക്കുന്നത്. താമരശ്ശേരിയിൽ സ്ഥാപനങ്ങളിൽ മോഷണം, അന്വേഷണം ആരംഭിച്ച പോലീസ്. കോഴിക്കോട് താമരശ്ശേരിയിൽ താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. ലാവണ്യ, ഇ പ്ലാസ, മൈക്രോ ഹെൽത്ത് ലാബ് എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നത്. നഷ്ടം കണക്കാക്കിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ നിയമിക്കാൻ തീരുമാനം. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ എന്നിവരടങ്ങിയ ഉന്നതതല സമിതിയുടേതാണ് തീരുമാനം. ശുപാർശ ഗവർണർക്ക് കൈമാറും. ഗവർണർ ശുപാർശ അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കിയാൽ ചുമതലയേൽക്കാം. നിലവിൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ചെങ്ങന്നൂർ സ്വദേശിയായ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കഴിഞ്ഞ സെപ്റ്റംബർ 4-നാണ് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ചത്. കേരള ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായിരുന്നു ഇദ്ദേഹം. സ്കൂളിലേക്ക് പോകുന്നതിനിടെ ബസ്സിൽ കുഴഞ്ഞു വീണു. +2 വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കൊച്ചിയിൽ +2 വിദ്യാർത്ഥിനി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തേവര SH ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മിയാണ് രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെ കുഴഞ്ഞു വീണത്. 16 വയസ്സായിരുന്നു. പനങ്ങാട് സ്വദേശി ജയകുമാറിന്റെയും രജനിയുടെയും മകളാണ് ശ്രീലക്ഷ്മി. രാവിലെ ബസ്സിൽ സ്കൂളിലേക്ക് പോകും വഴി കുണ്ടന്നൂരിൽ വെച്ച് ശ്രീലക്ഷ്മിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുകയും ബസ്സിൽ നിന്നിറങ്ങിയ ഉടൻ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഉരുൾപൊട്ടലിൽ യാത്രക്കാരുമായി പുറപ്പെട്ട ബസ്സുകൾ ഒലിച്ചുപോയി. യാത്രക്കാർക്കായി തിരച്ചിൽ. നേപ്പാളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 63 യാത്രക്കാരുമായി പുറപ്പെട്ട 2 ബസ്സുകൾ ഒലിച്ചുപോയതായി റിപ്പോർട്ട്. മധ്യ നേപ്പാളിലെ മദൻ ആശ്രത് ഹൈവേയിൽ ഇന്ന് പുലർച്ചെ 3:30ഓടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ നിയന്ത്രണം നഷ്ടമായ ബസ്സുകൾ തൃശൂലി നദിയിലേക്കാണ് ഒലിച്ചുപോയത്. ബസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കാഠ്മണ്ഡുവിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിനിറങ്ങാൻ എല്ലാ സർക്കാർ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ പ്രചണ്ഡ അറിയിച്ചു.